മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിപ്പും മാങ്ങയും വെച്ചിട്ട് നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ കറി തയ്യാറാക്കാനായി കുക്കറിലേക്ക് 1/2 കപ്പ് ചുവന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും വഴന്നു വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും നന്നായി ഇളക്കിയതിന് ശേഷം പൊടികൾക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം 250 ml കപ്പിൽ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. വെന്തുവന്ന മസാലയിലേക്ക് തയ്യാറാക്കിയ പരിപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലയും പരിപ്പും നന്നായി ഇളക്കിയതിന് ശേഷം തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിലുള്ള അരപ്പിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി ഒരു 5 മിനിറ്റ് ചെറു തീയിലിട്ട് അടച്ചു വെക്കാം. ലാസ്റ്റായി കറി ഒന്ന് താളിക്കാനായി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുകിട്ട് കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളിയും അല്പം കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വന്ന കറിയിലേക്ക് ഇനി താളിപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപ്പ് മാങ്ങാക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണുമാണ്. ഒരു മാങ്ങയും കുറച്ച് പരിപ്പും ഉണ്ടെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.